പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. നമ്മൾ ചിന്തിക്കുന്ന വിഷയം അത്ഭുതങ്ങളും അടയാളങ്ങളും. വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും. യോഹന്നാന്റെ സുവിശേഷം വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം, അവൻ പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് എന്ന് പറഞ്ഞിട്ട് കാനായിലെ കല്യാണ നാളിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചും ക്രിസ്തു ചെയ്ത അനേക അടയാളങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. യോഹന്നാന്റെ തന്നെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ദൈവം ചെയ്ത ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ മുഴുവൻ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. ഇത് തന്നെ അവനാണ് ദൈവപുത്രനെന്നും നമ്മുടെ രക്ഷയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തന്നെ എഴുതിയിരിക്കുന്നത്. യേശു ചെയ്ത എല്ലാ കാര്യങ്ങളും ബൈബിളിലുണ്ടോ? എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളും മുഴുവനായിട്ടൊന്നും എഴുതിയിട്ടില്ല. ഇത് തന്നെ ദൈവപുത്രനെ കുറിച്ചുള്ള ബോധ്യത്തിന് വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്നതാണ്. അപ്പം നമ്മളെല്ലാം വചനം ശ്രവിക്കുന്നവരാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ആരെങ്കിലും അത്ഭുതം കാണാത്തവരുണ്ടോ? യേശു ചെയ്ത അത്ഭുതങ്ങൾ, മിറക്കിളുകൾ കാണാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ട്. ഞാനും എൻ്റെ ഈ കഴിഞ്ഞ 13 വർഷക്കാലത്തെ ക്രിസ്തീയ ജീവിതത്തിൽ, ദൈവവചനത്തിലുള്ള ജീവിതത്തിൽ അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളൊരു വ്യക്തിയാണ്. ദൈവം അത്ഭുതം ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, അല്ലേ? കർത്താവായ യേശു അവൻ്റെ അത്ഭുതങ്ങൾ ഇന്നും ചെയ്യും. അത് ആദിമസഭയിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഇന്നും അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നു. മനുഷ്യന് അസാധ്യമായത്, ഓട്ടിസത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഏത് മേഖലയെ നമുക്ക് സാധിക്കത്തില്ല എന്ന് പറയുന്ന അത്ഭുതങ്ങൾ തന്നെ ഇന്നും കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ശുശ്രൂഷകൻ, കഴിഞ്ഞ കുറേ കാലമായി കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു ശുശ്രൂഷകൻ, ഒരു വ്യക്തി എന്നെ വിളിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്: ബ്രദറെ, ഞാൻ ശുശ്രൂഷയിലാണ്, ക്രിസ്തുവിൻ്റെ വേല ചെയ്യുന്ന സ്ഥലമൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ അതൊന്നും പബ്ലിക്കാക്കാൻ ആഗ്രഹിക്കുന്നില്ല, അദ്ദേഹം അത് ആഗ്രഹിക്കുന്നില്ല. ഒരു പ്രശസ്തമായ ധ്യാന കേന്ദ്രം തന്നെയാണ്. മോശമല്ലാത്ത ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ ആഴ്ചകളിലും മാസങ്ങളിലും ധ്യാനം കൂടുന്ന വളരെ പ്രശസ്തമായ ഒരു ധ്യാന കേന്ദ്രം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, കഴിഞ്ഞ കുറേ വർഷം, എനിക്ക് തോന്നുന്നു 35 വർഷത്തെ പാരമ്പര്യമാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ക്രിസ്തുവിനെ അറിഞ്ഞു തുടങ്ങിയിട്ട് ശുശ്രൂഷയിൽ തന്നെ അനേക വർഷമായി നിൽക്കുന്നു. ബ്രദറെ, ശുശ്രൂഷ വേദിയിൽ ഇങ്ങനെ ഇത്ര പേരുടെ ഇന്ന രോഗം, നടുവേന മാറുന്നു, ഇത്ര പേരുടെ ഇന്ന സംഭവം മാറുന്നു എന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ കണ്ണുകൊണ്ട് ഇന്ന് വരെ ഒരു രോഗിയും വന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അതായത് ഒരു 100 പേരുടെ ക്യാൻസർ മാറുന്നു, 50 പേരുടെ ഇന്ന രോഗം മാറുന്നു, 15 പേരുടെ ഇന്ന രോഗം മാറുന്നു എന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കഴിഞ്ഞ കുറേ വർഷമായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെ എവിടെ നിന്നാണ് സംഭവിക്കുന്നത്? ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇങ്ങനൊരു ചോദ്യം അദ്ദേഹം തന്നെ, പുള്ളി ഒരു സംശയാസ്പദമായിട്ടാണ് എന്നോട് ചോദിച്ചത്. അതായത് അദ്ദേഹത്തിൻ്റെ ധ്യാനഗുരു ഇങ്ങനെ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അനേക ശുശ്രൂഷകരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇതൊക്കെ സത്യമാണോ? അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇതിൽ വിശ്വാസമില്ലേ? അപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് വിശ്വാസമുണ്ട് ബ്രദറെ, പക്ഷെ എൻ്റെ ലൈഫാണ് ഞാൻ പറഞ്ഞത്, ഇതിങ്ങനെ വിളിച്ചു പറയുന്നതല്ലാതെ നേരിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്തായാലും ഞാനതിൽ സമ്പന്നനാണ് ആ കാര്യത്തിൽ. കാരണം കഴിഞ്ഞ 13 വർഷം കൊണ്ട് ബ്ലഡ് ക്യാൻസർ മാറിയത് ഞാൻ കണ്ടിട്ടുണ്ട്. ബ്ലഡ് ക്യാൻസർ, അതും നമ്മൾ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ക്യാൻസറിൻ്റെ ഇതിൻ്റെ പേരെന്തായിരുന്നു? RCC. ഓക്കെ, RCCയിൽ നിന്നും മരണം എഴുതി കൊടുത്ത വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തിയത് ഞാൻ കണ്ടിട്ടുണ്ട്. അതും കഴിഞ്ഞ് ഇന്നും നമുക്കറിയാം, അങ്കമാലിൽ നിന്ന് ബ്രദർ പറഞ്ഞ പോലെ അനേക രോഗങ്ങൾ, അതായത് മെഡിക്കൽ സയൻസിന് മരണമല്ലാതെ മറ്റൊരു പോംവഴി ഇല്ലാത്ത രോഗങ്ങൾ സുഖപ്പെട്ട് വിദേശത്തും സ്വദേശത്തും സ്വതന്ത്രമായി സുഖമായി ജോലി ചെയ്യുന്നവരും വിവാഹം കഴിച്ച് ജീവിക്കുന്നവരും ജീസസ് മിഷനിൽ അനേകം നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ പക്ഷെ എന്ത് ചെയ്യാറില്ല? ഇതൊന്നും യൂട്യൂബിൽ വെച്ച് പരസ്യം ചെയ്ത് ആളുകളെ കൊണ്ടുവരാറില്ല. പലരുടെയും ഭാവി ഓർത്ത്, പല കാര്യങ്ങളെ ഓർത്ത്. കാരണം ദൈവം ചെയ്ത അത്ഭുതങ്ങൾ നമുക്കാണ് സാക്ഷ്യമാകേണ്ടത്. ആർക്കാണ് സാക്ഷ്യം? വിശ്വാസിക്കാണ്. ക്രിസ്തുവിന്റെ വചനം കേൾക്കാൻ വരുന്നവനാണ് അത് സാക്ഷ്യമായി മാറേണ്ടത്. അതുകൊണ്ട് എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ ഈ സ്റ്റേജുകളിൽ പലപ്പോഴും പറയാറുണ്ട്, പക്ഷെ അത് യൂട്യൂബിലിട്ട് വലിയ പ്രൊമോഷനൊന്നും കൊടുക്കാറില്ല. അതുപോലെ തന്നെ ഓട്ടിസം ഹൈപ്പർ ആക്ടിവിറ്റി, അല്ലേ? ദുബായിൽ നല്ല ജോലിക്ക് വർക്ക് ചെയ്യുന്നൊരു പയ്യനുണ്ട്. അവൻ ചെറുപ്പത്തിൽ വരുമ്പോൾ ഭയങ്കര നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഇന്ന് അങ്കമാലിയിൽ ബ്രദറും ഒരു പയ്യൻ്റെ കേസ് എനിക്കറിയാം. ആ കുഞ്ഞ് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അവൻ്റെ പ്രോട്ടീൻ ലീക്ക് ചെയ്യുന്ന സംഭവം, ഈ കുഞ്ഞ് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നമുക്കറിയാം, കുഞ്ഞിനെ കാണുമ്പോഴേ രോഗിയാണ്. അവൻ്റെ മുഖം കണ്ടാലും നമുക്കറിയാം ഇവൻ ഒരു മാരകമായ രോഗത്തിന് അടിമയാണ്. പക്ഷെ ഇപ്പോൾ ആ കുഞ്ഞിനെ കാണുമ്പോൾ എനിക്കങ്ങനെ തോന്നത്തു പോലുമില്ല. കാരണം അവൻ ഭയങ്കര സ്മാർട്ടായി. ഇന്നും പ്രാർത്ഥിക്കാൻ എൻ്റെ അടുത്ത് വന്നു, പക്ഷേ ഭയങ്കര സ്മാർട്ടായിട്ട് അവൻ സംസാരിക്കുന്നു. അപ്പോൾ നമുക്കിത് വലിയ അനുഭവമല്ല, ഇതിങ്ങനെ അനുദിനം നടന്നുകൊണ്ടിരിക്കുന്ന ദൈവികമായ അത്ഭുതങ്ങൾ, ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, എന്തുകൊണ്ടായിരിക്കും ഈ പറയുന്ന സഹോദരൻ ഇത്രയും വർഷമായിട്ട് ശുശ്രൂഷ ചെയ്തിട്ടും ഈ പ്രവൃത്തി ഒന്നും കണ്ടില്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വിളിച്ചു പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ അത്ഭുതം
എനിക്ക് കാണാൻ പറ്റുന്നില്ല. അതിനുശേഷം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ ഇറങ്ങി. അത് മറ്റാരുമല്ല, നമ്മുടെ ഇപ്പോൾ പണ്ട് പെന്തക്കോസ്തലൊക്കെ ആയിരുന്നു, ഇപ്പോൾ കത്തോലിക്കയിലേക്ക് വന്നിരിക്കുന്ന ഒരു സഹോദരൻ. അദ്ദേഹത്തിൻ്റെ പേര് നമുക്കറിയാം, കണ്ണൂരുള്ള ഒരു സഹോദരൻ സജിത്ത്. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ അദ്ദേഹത്തിന് ഫോൺ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഒരു അച്ഛൻ തന്നെയാണ്, ഒരു കത്തോലിക്ക അച്ഛൻ തന്നെയാണ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് രോഗശാന്തിയൊക്കെ ഒരുപാട് നടക്കുന്നു എന്ന് ഞാനിങ്ങനെ പറഞ്ഞു കേട്ടു. അപ്പോൾ അദ്ദേഹം തിരിച്ചു പറയുന്നൊരു കാര്യമുണ്ട്, അങ്ങനെയൊക്കെ കൃപയാൽ ഇങ്ങനെ നടന്നൊക്കെ പോകുന്നു എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ മാർപ്പാപ്പയെ ഒന്ന് സുഖപ്പെടുത്താനായിട്ടൊന്ന് റോം വരെ ഒന്ന് പോയാൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഒരു വൈറൽ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ അനേക മേഖലകൾ ക്രിസ്ത്യാനിറ്റിയുടെ മുൻപിൽ തന്നെ ഈ ചോദ്യം വന്ന് നിൽക്കുക. അപ്പോൾ അത്ഭുതങ്ങളുടെ പിന്നാലെ പോകണോ, അടയാളങ്ങളുടെ പിന്നാലെ നമ്മൾ പോകണമോ എന്നൊരു ചോദ്യം ഇന്ന് നമ്മുടെ മുമ്പിൽ വരിക. നമ്മളിന്ന് അത്ഭുതം കാണുന്നോടത്ത് ലക്ഷക്കണക്കിന് ആളുകൾ കുമിഞ്ഞുകൂടും അല്ലേ, ആൾത്തിരക്കുകൾ കൂടുതലായിരിക്കും. അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും പിന്നാലെയാണ് ഇന്ന് വിശ്വാസ സമൂഹം. നമ്മളൊരു വചനം വായിക്കുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 13 മുതൽ 15 വരെ വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 13 മുതൽ 15 വരെ വാക്യം വായിക്കാം. 5 ബാർലിയപ്പത്തിൽ നിന്ന് ജനങ്ങൾ ഭക്ഷിച്ചതിന് ശേഷം മിച്ചം വന്ന കഷ്ണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. അവൻ പ്രവർത്തിച്ച അടയാളം കണ്ട ജനങ്ങൾ പറഞ്ഞു, ലോകത്തിലേക്ക് വരുവാനിരുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ്. അവർ വന്നു തന്നെ രാജാവാക്കുവാൻ വേണ്ടി ബലമായി പിടിച്ചുകൊണ്ടുപോകാൻ ഭാവിക്കുന്നു എന്ന് മനസ്സിലാക്കിയ യേശു വീണ്ടും തനിയെ മലമുകളിലേക്ക് പിന്മാറി. ശ്രദ്ധിച്ചോ, 5 അപ്പം 5000 പേർക്ക് വീതിച്ചു കൊടുത്ത യേശുവിന്റെ ഒരു പ്രവൃത്തി അവിടെ നമ്മൾ കാണുന്നത്. എന്താ ചെയ്തത്? യേശു അത് മാക്സിമം പ്രൊമോട്ട് ചെയ്തിട്ട് പിറ്റേ ദിവസം 5000 പേരെന്നുള്ളത് 50,000 പേരാക്കാനുള്ള ശ്രമമാണ് യേശു നടത്തിയത്. ആണോ? അതാണോ യേശു നടത്തിയത്? യേശു ചെയ്ത പ്രവൃത്തി വളരെ കൃത്യമായിട്ട് 5 ബാർലിയപ്പത്തിൽ നിന്നും ജനങ്ങൾ ഭക്ഷിച്ചതിന് ശേഷം മിച്ചം വന്ന കഷ്ണങ്ങൾ 12 കുട്ട നിറയെ കണ്ടു കഴിഞ്ഞപ്പോൾ ജനം എന്ത് ചെയ്തു? ഇവനാണ് യഥാർത്ഥ പ്രവാചകൻ എന്ന് പറഞ്ഞ് അവനെ രാജാവാക്കാൻ വിളിച്ചുകൊണ്ട് പോയപ്പോൾ യേശു അവരിൽ നിന്നും പിന്മാറി ഒറ്റയ്ക്ക് മലമുകളിൽ പോയി ദൈവസന്നിധിയിൽ, അല്ലെങ്കിൽ മലമുകളിലേക്ക് യേശു പിൻവാങ്ങി. അങ്ങനെയല്ലേ വാക്യം വായിച്ചിരിക്കുന്നത്? വീണ്ടും തനിയെ മലമുകളിലേക്ക് യേശു പിന്മാറി എന്നാണ് കൃത്യമായിട്ട് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ യേശു എന്ത് ചെയ്തത്? ഈ 5 അപ്പം 5000 പേർക്ക് കൊടുത്തത് യൂട്യൂബിൽ റീൽസ് ആക്കിയിട്ടിട്ട് 50,000 പേരെ വരുത്തിയോ കർത്താവ്? വരുത്തിയോ? ഇല്ല. കർത്താവ് എന്ത് ചെയ്തു? പിറ്റേ ദിവസം 5000 പേരല്ല 1,00,000 പേര് വരുമെന്ന് കർത്താവിന് അറിയാമായിരുന്നു. കർത്താവ് അവിടെ നിന്ന് മാറിപ്പോയി. പിറ്റേ ദിവസം വന്നോ? അതുപോലെ തന്നെ വന്നോ? വചനത്തിൽ വായിച്ചേ, യോഹന്നാന്റെ സുവിശേഷം തന്നെ 6:23 മുതൽ ഒന്ന് വായിക്കാമോ? 6:23 മുതൽ വായിച്ചോ. കർത്താവ് കൃതജ്ഞതാസ്തോത്രം ചെയ്തു നൽകിയ അപ്പം ജനങ്ങൾ ഭക്ഷിച്ച ആ സ്ഥലത്തിനടുത്തേക്ക് തിബെരിയോസിൽ നിന്ന് മറ്റു വള്ളങ്ങൾ വന്നു. അല്ല, അന്ന് യൂട്യൂബ് ഒന്നും ഇല്ലല്ലോ പ്രൊമോട്ട് ചെയ്യാനായിട്ട്. അപ്പൊ അതുകൊണ്ട് ജനം വാമൊഴിയായി പറഞ്ഞത് കേട്ട് ജനം മുഴുവൻ വള്ളമെടുത്ത് അവിടേക്ക് വരാൻ തുടങ്ങി. നിങ്ങൾ ശ്രദ്ധിച്ചോ, കൃത്യമായിട്ട് കർത്താവ് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് നൽകിയ അപ്പം ജനങ്ങൾ ഭക്ഷിച്ച ആ സ്ഥലത്തിനടുത്തേക്ക് തിബേരിയാസിൽ നിന്നും മറ്റു വള്ളങ്ങൾ വന്നു. യേശുവോ ശിഷ്യന്മാരോ അവിടെ ഇല്ലെന്ന് കണ്ടപ്പോൾ ജനക്കൂട്ടം വള്ളങ്ങളിൽ കയറി യേശുവിനെ തിരക്കി കഫർനാമിലേക്ക് പോയി. അതായത് യേശു എവിടെയുണ്ട് എന്ന് കരുതി യേശുവിന്റെ പിന്നാലെ ജനം എങ്ങനെ പോകാൻ തുടങ്ങി. വീണ്ടും അതേ അധ്യായം 25 മുതൽ വാക്യങ്ങളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണാം, യേശുവിനെ കടലിന്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു, റബ്ബി, അങ്ങ് എപ്പോൾ ഇവിടെ എത്തി? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. അതായത് ഈ അടയാളങ്ങളുടെ പിന്നിലും അത്ഭുതങ്ങളുടെ പിന്നിലും ഈ ജനത്തിന്റെ വിശ്വാസം എവിടെ കിടക്കണമെന്ന് കർത്താവ് കൃത്യമായി ജനത്തിന് മുമ്പിൽ പറഞ്ഞു കൊടുക്കുക. യേശു അവിടെ നിന്ന് എന്ത് ചെയ്തു? ഈ അത്ഭുതം കഴിഞ്ഞ് അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് മാറിപ്പോയി. യേശു ഒരിക്കലും പിറ്റേ ദിവസം 50,000 പേരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവിടെ നിന്നില്ല, അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് മാറിപ്പോയി. അപ്പോൾ ജനം മുഴുവൻ യേശുവിനെ അന്വേഷിച്ച് കഫർനാമിലേക്കും അടുത്ത സ്ഥലങ്ങളിലേക്കും യേശുവിനെ അന്വേഷിച്ച് പോകാൻ തുടങ്ങി. അവസാനം യേശുവിനെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ ഒരു എന്തെന്നില്ലാത്ത സന്തോഷം. കാരണം തലേദിവസം എന്താ കൊടുത്തിരിക്കുന്നത്? 5 അപ്പം 5000 പേർക്ക്, മീനും ആവശ്യം പോലെ. എന്നാൽ പിന്നെ ഇന്ന് ചിക്കൻ ബിരിയാണി ആയിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ ഇവന്മാർ മിക്കവാറും പൊതിഞ്ഞുകൊണ്ട് ചിക്കൻ ബിരിയാണി കൊണ്ടുവന്നുണ്ടാവും. അന്ന് ബിരിയാണി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി ഗ്രിൽഡ് ആണോ അതേ ഒട്ടകത്തെ നിർത്തി പൊരിച്ചിട്ടാണോ കൊണ്ടുവന്നതെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ഇത് 5000 പേർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കും എന്നൊരു ചിന്ത അവരുടെ ഉള്ളിലുണ്ടെന്ന് യേശു വ്യക്തമായിട്ട് കർത്താവ് പറയുക, അടയാളം കണ്ടതുകൊണ്ടല്ല നീ വന്നത്, പിന്നെ എന്തുകൊണ്ടാണ് വന്നത്? അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ട്. ഈ അപ്പത്തിന്റെ പിന്നാലെയാണ് നീ വന്നത് എന്ന് കർത്താവ് പറയുക. വീണ്ടും പറയുക, നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവിൻ. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ഓട്ടം എന്തിനു വേണ്ടിയിട്ടാണ്? IELTS പാസ്സാക്കുക, OET പാസ്സാക്കുക, വിദേശത്ത് പോവുക,
നമ്മുടെ ചൊറിച്ചിൽ മാറ്റുക അല്ലേ, അലർജി രോഗം അല്ലേ, ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഓട്ടോ എവിടെ പോയാലാ ഇത് മാറാൻ പറ്റുക. ഇങ്ങനെ ഓടി നടക്കുക ക്രിസ്ത്യാനി. അവിടുത്തെ പ്രശ്നം, ഇവിടുത്തെ പ്രശ്നം, മകളുടെ കല്യാണം, ഇങ്ങനെ സാമ്പത്തിക മേഖല, കടബാധ്യത, ഇങ്ങനെ ഒരു വലിയ ലിസ്റ്റ് കൊണ്ടാണ് നമ്മൾ എങ്ങനെ പോകുന്നത്, ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ ഓടിപ്പോകുന്നത് അല്ലേ. ഞാൻ പണ്ട് എൻ്റെ പിതാവ്, അപ്പച്ചൻ, ഞാനും ഞങ്ങളുടെ കുടുംബം ഒരുമിച്ച് എല്ലാ വർഷവും വേളാങ്കണ്ണി പോകുമായിരുന്നു. ഒറ്റ വർഷം മുടക്കത്തില്ല, എല്ലാ വർഷവും വേളാങ്കണ്ണി പോകുമായിരുന്നു. അപ്പോൾ എല്ലാ തവണയും പോകുമ്പോൾ ഒരു ലിസ്റ്റ് ഉണ്ടാവും കയ്യിൽ, നടത്താനായിട്ടൊരു ലിസ്റ്റ് ഉണ്ടാവും. ഞാനൊരു തവണ ഇതിനൊക്കെ ശേഷം, ഞാൻ വചനത്തിലൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം വേളാങ്കണ്ണി നിന്ന് സന്ദർശിക്കാൻ പോയി. അപ്പോൾ വേളാങ്കണ്ണി സന്ദർശിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, ഞാനിങ്ങനെ വേളാങ്കണ്ണി വരെ പോവുക. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, എടാ എൻ്റെ കാര്യം കൂടി ഒന്ന് പറഞ്ഞേക്കിട്ടോ, എൻ്റെ കാര്യം കൂടി ഒന്ന് പുള്ളിക്കാരത്തിയോട് ഒന്ന് പറഞ്ഞേക്കിട്ടോ. അതൊരു തമാശ രൂപത്തിൽ നമ്മൾ സ്ഥിരം പറയുന്നൊരു കാര്യമല്ലേ, എടാ നമ്മുടെ കാര്യം കൂടി ഒന്ന് സൂചിപ്പിച്ചേക്കിട്ടോ. നമ്മൾ ശരിക്കും ആരോടാ ഇത് പറയണ്ടേ? നമ്മുടെ ആവശ്യം ആരോടാ പറയണ്ടേ? നമ്മുടെ കർത്താവിനോട് പറയാൻ പറ്റുന്നില്ല. നമ്മളിങ്ങനെ ദേശം ഓടി നടക്കുക, നമ്മുടെ കാര്യം പറയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഓടി നടക്കുക. മാത്രമല്ല ഈ അത്ഭുതങ്ങൾക്ക് വേണ്ടിയിട്ട്, ആത്മീയ നന്മകൾക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ഈ സ്ഥലങ്ങളിൽ പോകുന്നുണ്ടോ? എത്ര പേര് പോകുന്നുണ്ട് ഈ വിശുദ്ധ സ്ഥലങ്ങൾ തേടി ആത്മീയ നന്മകൾക്ക് വേണ്ടി? എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം ഈ കൃപാസനത്തിൽ പോയിട്ട് അവിടെ ഒരു ഉടമ്പടി വെക്കാൻ തന്നെ പോയി. അദ്ദേഹം പരീക്ഷിക്കാൻ പോയതാണ്. അവിടെ ചെന്നു, ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് ഒരു കൗൺസിലറിനെ കണ്ടു. അപ്പോൾ കൗൺസിലർ ചോദിച്ചു, എന്താ വിഷയം? അദ്ദേഹം പറഞ്ഞു, ആത്മീയമായി ഉയരണം. ആത്മീയമായി ഉയരണം. ഓക്കെ, അത് മനസ്സിലായി. പിന്നെന്താ വേണ്ടേ? ആത്മീയമായി ഉയരണം. അല്ല, അത് മനസ്സിലായി, ആത്മീയമായി നമുക്ക് ഉയർത്താം, അത് ഓക്കെ. എന്താ വേണ്ടത്? അപ്പോൾ പുള്ളി പറഞ്ഞു, ആത്മീയമായി എനിക്ക് ഉയർച്ച പ്രാപിക്കണം. അല്ല എൻ്റെ പൊന്ന് സാർ, അത് മനസ്സിലായി, ആത്മീയമായി നമുക്ക് ഉയർത്താം, എന്താ വേണ്ടേ? ആവശ്യം പറ, കാര്യം പറ. അപ്പം വീണ്ടും പറഞ്ഞു, എനിക്ക് ആത്മീയമായി ഉയരണം, എണീറ്റ് പോടാന്ന് പറഞ്ഞു. കാരണം അവിടെ ആ ഒരു കാര്യത്തിന് ഉടമ്പടിയുടെ ഒരു കാര്യമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവൻ അവിടെ നിന്ന് ശരിക്കും പരീക്ഷിക്കാൻ വേണ്ടി പോയതാ. അവൻ അതിൻ്റെ അകത്ത് കയറി ഈ പറഞ്ഞ കാര്യം ചെയ്തു. അവൻ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു ബ്രദറെ, ഇവിടെ ഇങ്ങനെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നിന്റെ ഭൗതിക കാര്യം പറ, നിനക്ക് വേറെ എന്തൊക്കെ വേണമെന്ന് നീ ലിസ്റ്റ് ഇതാ, ഇതൊക്കെ ശരിയാക്കി ഞാൻ തരാം, ഇതൊക്കെ നടപടിയാക്കി തരാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആദിമസഭയിൽ 1, 2, 3 നൂറ്റാണ്ടുകളിൽ ആത്മീയ നന്മയ്ക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടാണോ ഒരുവൻ ക്രിസ്തുവിനെ ആശ്രയിച്ചത്? അതെയോ ILTS അല്ലെങ്കിൽ ഇന്ന് ലോകത്ത് കാണുന്ന ഏതെങ്കിലും ഭൗതിക കാര്യത്തിന് വേണ്ടിയിട്ടാണോ? ആണോ? യേശുവിനെ അറിഞ്ഞ് കർത്താവിൻ്റെ സുവിശേഷം കേട്ട് മനസ്സിൽ കുത്തു തോന്നി ക്രിസ്തുവിൻ്റെ പിന്നാലെ പോയ ഏതെങ്കിലും ഒരു അപ്പസ്തോലൻ, ഏതെങ്കിലും ഒരു വ്യക്തി, ഏതെങ്കിലും ഒരു സാധാ വിശ്വാസി അവൻ്റെ ഭൗതികമായ നന്മയ്ക്ക് വേണ്ടി യേശുവിൻ്റെ അടുത്ത് പോയിട്ടുണ്ടോ? കാരണം യേശുവിൻ്റെ വചനം സ്വീകരിച്ച് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മരണം ഉറപ്പാ. ക്രിസ്ത്യാനിറ്റി പീഡകളുടെ നടുവിൽ വളർന്നു വന്നൊരു സമൂഹമാ, ഒരു മാർഗമാ ക്രിസ്തീയ മാർഗം. അതല്ലാതെ ഇന്ന് കാണുന്ന പോലെ മതത്തിന്റെ അടിമത്തത്തിൽ വളർന്നൊന്നല്ല ക്രിസ്ത്യാനിറ്റി. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. ഇന്ന് നമ്മൾ എവിടേക്ക് വ്യതിചലിച്ചു പോയി. ഇന്ന് നമുക്ക് എന്താ വേണ്ടേ? നമുക്ക് ഒറ്റ കാര്യം മതി, ആത്മീയ നന്മകളെ കുറിച്ചൊന്നും നമുക്ക് ചിന്ത പോലും ഇല്ല. പകരം ഭൗതികമായ അപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്നത്. യേശുവിന് ഇത് കൃത്യമായിട്ട് അറിയാം. അങ്ങനെയുള്ളവരെ യേശു തൊട്ട് മൈൻഡ് ചെയ്തൂല. യേശു പറഞ്ഞ എന്താ? ആ വചനം ഒന്ന് വായിച്ചേ, 6-ാം അധ്യായം 27-ാം വാക്യം ഒന്ന് വായിച്ചേ. നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ പിതാവായ ദൈവം അവന്റെ മേൽ അംഗീകാര മുദ്ര വെച്ചിരിക്കുന്നു. ദൈവമാണ് അംഗീകാര മുദ്ര വെച്ചിരിക്കുന്നത്. അത് ദൈവത്തിനാണ് മുദ്രയുള്ളത്. അത് മാത്രമല്ല, അനശ്വരമായ, നശിച്ചു പോകാത്ത, എന്ന് നിലനിൽക്കുന്ന നിത്യജീവന് വേണ്ടിയിട്ട് നീ എന്ത് ചെയ്യണം? യേശുവിൻ്റെ അടുത്തോട്ട് ചെല്ലണം. അതിന് മാത്രമേ നീ യേശുവിൻ്റെ അടുത്തേക്ക് ഓടേണ്ടതെന്നാണ് കർത്താവ് പറഞ്ഞേ. പക്ഷെ നമ്മൾ ഇന്ന് ആ ഒരു കാര്യം മാത്രം നമ്മൾ ചോദിക്കുന്നില്ല. നമ്മളൊരു ഹോട്ടലിൽ ചെന്ന് ആദ്യം ചോദിക്കുന്നത് എന്തുവാ? ചേട്ടാ ചമ്മന്തി ഉണ്ടോ? അല്ല പപ്പടം ഉണ്ടോ? അല്ല മറ്റേ ഉണക്കമുളക് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതെയോ ചേട്ടാ മീൽസ് ഉണ്ടോ? വെജിറ്റേറിയൻ മീൽസ്? ഉണ്ട്, എന്നാ താ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ തൈരും സാമ്പാറും പപ്പടവും ചമ്മന്തി എല്ലാം കൊണ്ടുവന്ന് തരില്ലേ? തരുമല്ലേ? മീൽസ് എന്നൊറ്റ വാക്ക് പറഞ്ഞ പുള്ളി അതിന് വേണ്ടത് കൊണ്ടുതരും. ഇനി ബിരിയാണി പറഞ്ഞാൽ ബിരിയാണിയുടെ കൂടെ അത്യാവശ്യം ചമ്മന്തിയും സർലാസും ഈ കൊണ്ടുതരേണ്ട കാര്യങ്ങളൊക്കെ അവൻ കൊണ്ടുവന്ന് തരും. നമുക്കിതൊന്നും വേണ്ട. നമ്മളിപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ചമ്മന്തിയാ. ഇത്തിരി ചമ്മന്തിയായോ ചേട്ടാ? ഇത്തിരി ചമ്മന്തി. ഈ ചമ്മന്തി ചോദിച്ച് ഇന്ന് ചതഞ്ഞരഞ്ഞ് ചമ്മന്തി പോലെയായിട്ടാണ് നമ്മൾ കിടക്കുന്നത്. ഇതുവരെ കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ എന്ത് ചോദിച്ചിട്ടില്ല? നിത്യജീവന്റെ ആ ഒരു ഭക്ഷണം നമ്മൾ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു മാറ്റാനും പറ്റില്ല. യേശുവിനറിയാം ഈ അത്ഭുതങ്ങൾ കണ്ടുവന്നവർ ഒറ്റെണ്ണം നിലനിൽക്കുന്നില്ലെന്ന് കർത്താവിനറിയാം.
കർത്താവിൻ്റെ ഏറ്റവും വലിയ അത്ഭുതമായിട്ട് യേശു ചെയ്ത പ്രവൃത്തിയായിട്ട് വിശുദ്ധ വേദപുസ്തകം പറയുന്ന വാക്യം ഏതാണെന്നറിയാമോ? യേശു ചെയ്ത ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൂട്ടിയ അത്ഭുതം, ഈ 5 അപ്പം 5000 പേർക്ക് കൊടുത്തൊക്കെ ഉണ്ട്. പക്ഷേ യേശുവിനെ ഹോസാന പാടിക്കൊണ്ടൊരു വലിയ സമൂഹം വന്നു. അതിന്റെ കാരണമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 17-ഉം 18-ഉം വാക്യങ്ങൾ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും അധികം ജനക്കൂട്ടം അവിടെ വന്നത്? നമ്മളിന്ന് നോക്കിയാൽ ജനം വ്യാപിക്കുന്നതിന്റെ കാരണം അത്ഭുതങ്ങളായിരിക്കാം, അടയാളങ്ങളായിരിക്കാം. പക്ഷേ യേശു ചെയ്ത ഈ അത്ഭുതം ഒന്ന് പരിശോധിച്ച് നോക്കുക. യോഹന്നാന്റെ സുവിശേഷം 12-ന്റെ 17-ഉം 18-ഉം വാക്യം. ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അവസരത്തിൽ അവനോടൊപ്പം ഉണ്ടായിരുന്ന ജനക്കൂട്ടം അവന് സാക്ഷ്യം നൽകിയിരുന്നു. ലാസറിനെ മരിച്ചവരിൽ നിന്നും എത്രാം ദിവസം ഉയർപ്പിച്ചേ? 4-ാം ദിവസം. കർത്താവിനറിയാം 3-ാം ദിവസം ഉയർപ്പിച്ചാലും യവന്മാർ യേശുവിനെ കുറിച്ച് അപവാദം പറയും. കാരണം യഹൂദ ചിന്താഗതി വേറെയായിരുന്നു. 3 ദിവസം ഈ ആത്മാവൂടെ വട്ടം കറങ്ങി നടക്കുന്നുണ്ട്, അതിനെ തിരിച്ചു വിളിച്ചു എന്ന് പറയും. പക്ഷേ ചീഞ്ഞളിഞ്ഞ് ആ ശരീരത്തിന് ഒരു യോഗ്യതയും ഒരു രീതിയിലും തിരിച്ചു വരാൻ കഴിയാത്തപ്പോൾ അവനെ തിരിച്ചു കൊണ്ടുവന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. ആ യേശുവിന്റെ അത്ഭുതം കണ്ടിട്ട് എന്ത് സംഭവിച്ചു? അടുത്ത വാക്യം വായിച്ചോ, 18-ാം വാക്യം. അവൻ ഈ അടയാളം പ്രവർത്തിച്ചെന്ന് കേട്ടത് കൊണ്ടുകൂടിയാണ് ജനക്കൂട്ടം അവനെ സ്വീകരിക്കുവാൻ വന്നത്. ഈ ഓശാന പാടിക്കൊണ്ട് ഈ ജനം മുഴുവൻ എരച്ച് കയറിയത് മരിച്ച ലാസറിനെ 4-ാം ദിവസം ഉയർപ്പിച്ചത് കണ്ടതുകൊണ്ട്, അതിന് സാക്ഷ്യം നൽകിയത് കൊണ്ട് ജനം മുഴുവൻ യേശുവിന് ഓശാന പാടി. ഞാൻ ചോദിക്കട്ടെ, ഈ ഓശാന പാടിയ ജനം എത്രയുണ്ടാവും? തെരുവീതികൾ തിങ്ങി നിറഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നത് അല്ലേ? ജെറുസലേം വീതികൾ തിങ്ങി നിറഞ്ഞ് യേശുവിന് ഓശാന പാടി. യഹൂദന്മാരും പുരോഹിതന്മാരും അവന് ഓശാന പാടുന്നത് നിർത്താൻ ശ്രമിച്ചു. നടന്നോ? ഇല്ല. ജനം മുഴുവൻ ആർത്തു വിളിച്ചു. കുഞ്ഞുങ്ങൾ ഹോശാന പാടി, കർത്താവിനെ ആർത്തുല്ലസിച്ച് ക്രിസ്തുവിന് ഹോസാന പാടി. പക്ഷെ കാൽവരി ക്രൂശിലേക്ക് വന്നപ്പോൾ ഈ ഹോശാന പാടിയവർ എത്ര പേരുണ്ട് അവിടെ? ഈ ഹോശാന പാടി എത്ര പേരുണ്ട്? യേശു കാൽവരി ക്രൂശിന്റെ അടുത്തോട്ട് വരുമ്പോ യേശുവിന്റെ താഴെ, കുരിശിന്റെ താഴെ എത്ര പേരുണ്ട്? യേശുവിനെ വിചാരണ ചെയ്യാൻ പോയപ്പോ എത്ര പേരുണ്ട്? യേശു പിടിക്കപ്പെട്ടപ്പോ 12 പേരുണ്ടായിരുന്നു. പക്ഷെ എല്ലാവന്മാരും ഓടി. പക്ഷെ 2 പേര് യേശുവിന്റെ പിന്നാലെ പോയി. ആരൊക്കെയാ? യോഹന്നാനും പത്രോസും യേശുവിന്റെ പിന്നാലെ കുറച്ചകലെയായി അവന് പിന്നാലെ പോയി. പത്രോസ് ക്രിസ്തുവിന്റെ പിന്നാലെ ചെന്നത് കൊണ്ടാണ് പത്രോസ് തള്ളി പറയുന്നത് പോലും. വീണ്ടും യോഹന്നാനും കൂടെ ഉണ്ടായിരുന്നു. ക്രൂശിന്റെ കീഴേയും ആരുണ്ടായിരുന്നു? യോഹന്നാനും മാതാവും ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് അത് വചനം പറയുക. ഈ ഓശാന പാടിയവന്മാരൊക്കെ എന്ത് ചെയ്തു? ഈ അത്ഭുതം കണ്ടവരെന്ത് ചെയ്തു? ഈ അപ്പം ഭക്ഷിച്ചവന്മാർ എന്ത് ചെയ്തു? കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി. ഈ കുഷ്ഠരോഗി അവിടെ പോയി. തളർവാദ രോഗിയെ സുഖപ്പെടുത്തി, അവരവിടെ പോയി. രക്തസ്രാവക്കാരി സ്ത്രീയെ സുഖപ്പെടുത്തി, അവരവിടെ പോയി. യേശു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും അനേകായിരങ്ങൾ സുഖപ്പെട്ടു, അത്ഭുതങ്ങൾ സംഭവിച്ചു. പിശാച് ബാധിതരെ സുഖപ്പെടുത്തി, ഇവരൊക്കെ എവിടെ പോയി? ഒരൊറ്റ വ്യക്തി പോലും യേശുവിന്റെ ആ കാൽവരി ക്രൂശിന്റെ സമയത്ത് ഇല്ല. കാരണം രക്ഷയ്ക്ക് വേണ്ട കാര്യം അതാ. അതിന്റെ അകത്തോട്ട് ആർക്കും വരാൻ താല്പര്യമില്ല. അത്ഭുതങ്ങൾ പിന്നാലെ നമ്മളൊക്കെ ഓടുന്നത് പോലെ, ഒരു കാലത്ത് നമ്മൾ ഓടിക്കൊണ്ടിരുന്നത് പോലെ ഇന്നും ഓടാൻ ആയിരക്കണക്കിന് കേരള ജനം മുഴുവനുണ്ടാകും. നമ്മൾ അത്ഭുതങ്ങളുടെ പിന്നാലെ പോകുന്നവരാണോ ഇന്ന്? ആണോ? അല്ല. ലൂക്കാ സുവിശേഷം 11-ാം അധ്യായം 29-ാം വാക്യം വായിക്കാം. ലൂക്കാ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 29-ാം വാക്യം. ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങി, ഈ തലമുറ ദുഷിച്ച തലമുറയാണ്, ഇത് അടയാളം അന്വേഷിക്കുന്നു. എന്നാൽ യോനായുടെ അടയാളമല്ലാതെ മറ്റൊരു അടയാളവും. യേശുവിന് അറിയാം ഈ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമ്പോഴും അടയാളങ്ങൾ പ്രവർത്തിക്കുമ്പോഴും ഇവന്റെ ഒക്കെ ഉള്ളിൽ, ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് എന്താണെന്ന് ആർക്കറിയാം? യേശുവിന് വ്യക്തമായിട്ട് അറിയാം. നമ്മൾ ഇന്ന് ഈ കേരളത്തിൽ നമ്മുടെ ചുറ്റുവട്ടം ഈ പറയുന്ന കൂണുപോലെ മുളച്ചു പൊന്തുന്ന ഓരോരോ സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ. കൃപാസനം പോലെ, കൊരട്ടിമുത്തി പോലെ, അല്ലെങ്കിൽ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വീഡിയോയിൽ കണ്ട പോലെ ഒരുപാട് ഇതുപോലെ കൂണുപോലെ മുളച്ചു പൊങ്ങുന്ന ഓരോരോ സ്ഥാപനങ്ങൾ. ഇതിന്റെ ഇതേ പ്രവൃത്തി അന്നും ഈ ഹൃദയത്തിൽ മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്ന് കർത്താവ് ശോഭിശയ്ക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. നിങ്ങൾ ആ വാക്യം ഒന്നുകൂടി വായിച്ചേ. ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ എപ്പോഴാണ്? ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ. കുറഞ്ഞപ്പോഴാണോ? ഇന്നലെ ശുശ്രൂഷ ചെയ്തു, കർത്താവ് നോക്കിയപ്പോൾ 100 പേരുണ്ടായിരുന്നു. ഇന്ന് ശുശ്രൂഷ ചെയ്യാനായിട്ട് ഹോളിലേക്ക് വന്നപ്പോൾ 50 പേരുള്ളൂ. കർത്താവിന് കലിപ്പായി. 50 കള്ളന്മാര് അത്ഭുതം കണ്ടിട്ട്, അടയാളം കണ്ടിട്ട് തിരിച്ചുപോയി. എന്നാൽ യുവന്മാരെ വന്നവന്മാർക്ക് ഒരെണ്ണം കൊടുത്തേക്കാം, നാളെ 50 ഒരെണ്ണം പോലും കുറയരുത്. അങ്ങനെ വിചാരിച്ചിട്ട് കർത്താവ് പിറ്റേ ദിവസം അടിച്ചതാണോ? ആണോ അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതായത് 100 പേര് സ്ഥിരമായി ശുശ്രൂഷയ്ക്ക് വരുന്നു, പിറ്റേ ദിവസം 50 പേരായി കുറഞ്ഞു. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, യുവന്മാർ ഈ 50 എണ്ണം പിന്നെ കൊഴിഞ്ഞു പോകും. അപ്പൊ ഈ 50 എണ്ണത്തിന് പിന്നെ എന്ത് പോകും? അടിയോടടിയാണ്. പിന്നെ നീയൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കപ്പെടാന്ന് പറഞ്ഞ് പിന്നെ പോകാതിരിക്കാനുള്ള, എങ്ങനെയെങ്കിലും ഈ ഉള്ള 50 എണ്ണത്തിനെ പിടിച്ചു നിർത്താനുള്ള
കഷ്ടപ്പാടും അഭ്യാസമായിരിക്കും അവർ ചെയ്യാൻ പോകുന്നത്. പക്ഷെ കർത്താവ് നേരെ തിരിച്ചു ചെയ്തേ, ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങി, ഈ തലമുറ ദുഷിച്ച തലമുറയാണ്, ഇത് അടയാളം അന്വേഷിക്കുന്നു, എന്നാൽ യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും നൽകപ്പെട്ടിട്ടില്ല. യോന 3 ദിവസം കടൽ മത്സ്യത്തിന്റെ ഉള്ളിലായിരുന്നു എന്ന് പറഞ്ഞ പോലെ യേശു മരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു അത്ഭുതം, ഒരടയാളമാണ് നിങ്ങൾക്ക് തരാനുള്ളൂ. ആ അടയാളം സംഭവിക്കും, അതല്ലാതെ മറ്റൊരടയാളമില്ല. ഹല്ലേലൂയ. അവൻ ഭൗതികമായ അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതമാണോ പറഞ്ഞു വെച്ചേ? ആണോ? യേശു IELTS പാസ്സാക്കുന്ന അത്ഭുതമാണോ പറഞ്ഞു വെച്ചേ? നിന്റെ മുടന്ന് മാറ്റുന്ന അത്ഭുതമാണോ പറഞ്ഞു വെച്ചേ? ആണോ? നമ്മുടെ ചൊറി മാറ്റുന്ന അത്ഭുതമാണോ കർത്താവ് പറഞ്ഞേ? നിന്റെ കണ്ണിന് കാഴ്ച നൽകുന്ന, നിന്റെ വലിവ് മാറുന്ന, നിന്റെ പ്രഷറും ഷുഗറും എന്ന് വേണ്ട ഈ രോഗങ്ങൾ മാറ്റുന്ന അത്ഭുതത്തെ കുറിച്ചാണോ യേശു പറഞ്ഞത്? അല്ല, നേരെ തിരിച്ച് കർത്താവ് പറഞ്ഞത്, ഒരൊറ്റ അടയാളമേ നിനക്ക് തരാനുള്ളൂ. കാൽവരിയിൽ ക്രൂശിതനായ ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് നിനക്ക് വേണ്ടി നിത്യജീവൻ നൽകുന്ന അനശ്വരമായ അപ്പത്തിന് വേണ്ടി നീ അധ്വാനിക്കണം. നശ്വരമായ ഈ ഭൂമിയിൽ നശിച്ചു പോകുന്ന ഒരടയാളവും നിന്നെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കത്തില്ല എന്ന കർത്താവ് പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പൊ ഈ അടയാളങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? ഈ അത്ഭുതങ്ങൾ എന്തിനു വേണ്ടിയിട്ടാ? എവിടെയാണ് ഈ അത്ഭുതം നടക്കുന്നത്? എവിടെയാണ് ഈ അടയാളങ്ങൾ നിൽക്കുന്നത്? ഒരു വാക്യം കൂടി നമുക്ക് വായിക്കാം. മർക്കോസ് സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം. മർക്കോസ് സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം. ഇതേ സെയിം കാര്യം തന്നെ പറയുന്നത്. അവൻ ആത്മാവിൽ അഗാധമായി നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നത്? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ തലമുറയ്ക്ക് അടയാളം നൽകപ്പെടുകയില്ല. അതായത് അവൻ ആത്മാവിൽ നെടുവീർപ്പെട്ടു. ഈ മനുഷ്യരുടെ കഠിനമായ ഹൃദയത്തെ കണ്ടുകൊണ്ട് ഈ ജനത്തിന്റെ, അത് കർത്താവ് വിശ്വമിശ കാണുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ജെറുസലേമിലും അവിടെ മാത്രമുള്ള യഹൂദന്റെ ഹൃദയം കണ്ടിട്ട് മാത്രമല്ല, 2000 വർഷം കഴിഞ്ഞ് ഇനി കേരളത്തിലെ അഭിമാനിക്കുന്ന, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ കത്തോലിക്കനാണ്, ഞാൻ യാക്കോബായക്കാരൻ, അങ്ങനെ ഏതെങ്കിലും ഡിനോമിനേഷൻ പറഞ്ഞ് അഭിമാനിക്കുന്ന എല്ലാ വ്യക്തികളെയും കണ്ടിട്ടായിരിക്കും കർത്താവ് ഇത് പറഞ്ഞത്. കാരണം ഈ അഭിമാനമുള്ളവന് ഇപ്പോഴും വിശ്വാസമില്ല, ക്രിസ്തു ചെയ്യുന്ന ഒരു ചിന്തയില്ല, ഒരു തോന്നലില്ല. ഇവരെ കൂടെ, ഭാവിയെ കൂടെ കണ്ടിട്ടായിരിക്കും കർത്താവ് പറഞ്ഞത്. അതാണ് അവർ ആത്മാവിൽ, കർത്താവ് അഗാധമായി ആത്മാവിൽ നെടുവീർപ്പെട്ടുകൊണ്ട് വിഷമിച്ചുകൊണ്ടാണ് പറയുന്നത്, ഇവർ ഈ അടയാളം തേടിയേ പോകുന്നേ, ഈ അടയാളത്തിന്റെ പിന്നാലെ പോകുന്നേ. നിത്യജീവന്റെ അപ്പം ആർക്കും വേണ്ട, ഒരുത്തിന് പോലും നിത്യജീവന്റെ അപ്പം വേണ്ട എന്നുള്ളത് യേശുവിന് മനസ്സിലായി. ഹല്ലേലൂയ. സ്തുതിച്ചേ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 37-ാം വാക്യം ഇവിടെ നിന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 37-ാം വാക്യം. ഇതു പറഞ്ഞതിനു ശേഷം യേശു അവരിൽ നിന്ന് പോയി രഹസ്യമായി പാർത്തു. അവൻ വളരെ അടയാളങ്ങൾ അവരുടെ മുമ്പാകെ പ്രവർത്തിച്ചെങ്കിലും അവർ അവനിൽ വിശ്വസിച്ചില്ല. ഇവിടെ അടയാളങ്ങൾ കൊണ്ട് യേശുവിന് ആളെ കൂട്ടാൻ പറ്റിയോ? യേശുവിന് ആത്മാക്കളെ നേടാൻ പറ്റിയോ? ഇവിടെ വചനം എന്താ പറയുന്നത്? ഇത് പറഞ്ഞതിന് ശേഷം യേശു അവരിൽ നിന്ന് പോയി രഹസ്യമായി പാർത്തു. അവൻ വളരെയേറെ അടയാളങ്ങൾ പ്രവർത്തിച്ചു, അവരുടെ മുൻപാകെ പ്രവർത്തിച്ചുവെങ്കിലും അവർ അവനിൽ വിശ്വസിച്ചില്ല. അപ്പൊ യേശു അനേക അത്ഭുതങ്ങൾ ചെയ്തു. യേശു പറയുന്നുണ്ട്, കൊറാസിൻ നിനക്ക് ദുരിതം, ബെത്സേദ നിനക്ക് ദുരിതം. ഞാൻ ചെയ്ത അടയാളങ്ങൾ സോതോമിലോ ഗൊമോറയിലോ ചെയ്തിരുന്നെങ്കിൽ അവർ പണ്ടേ ചാക്കൊടുത്ത് ചാരം പൂശി മാനസാന്തരപ്പെട്ടനെ. എന്നാൽ ഞാൻ നിന്നിൽ ചെയ്ത ഈ അത്ഭുതം അത് വേസ്റ്റായി, വിശ്വാസത്തിന് പോലും വേണ്ട, ഒരു കാര്യത്തിനും ഉപകരിച്ചില്ല എന്ന് കർത്താവ് പറയുക. അപ്പൊ നമ്മൾ ചോദിക്കുക, എന്തിനു വേണ്ടി ഈ അത്ഭുതം പ്രവർത്തിക്കുന്നത്? യേശു എവിടെയാണ് 5 അപ്പം 5000 പേർക്ക് വീതിച്ചു കൊടുത്തത്? എവിടെയാ 5 അപ്പം 5000 പേർക്ക് വീതിച്ചു കൊടുത്തത്? എവിടെയായിരുന്നു? വേളാങ്കണ്ണി പള്ളിയിലായിരുന്നോ? ആണോ? നേർച്ച നേരാൻ വന്ന പാവപ്പെട്ട ജനങ്ങളെ കണ്ടിട്ട് അവൻ ആത്മാവിൽ നെടുവീർപ്പിട്ട്, ഈ പാവങ്ങൾ ഇനി പോണ്ട, ഇവർക്ക് കഞ്ഞി കൊടുത്തേക്കാം എന്ന് കരുതിയിട്ടാണോ? ആണോ? കണ്ണമാലി പള്ളിയിൽ ഔസേപിതാവിൻ്റെ ഊട്ടുനേർച്ചയുടെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ജനം ഒരുപാടുണ്ട്, അന്ന് ഇവർക്ക് കുറച്ച് കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് കൊടുത്തതാണ് ഭർത്താവ്? അല്ല. കർത്താവിൻ്റെ സുവിശേഷം കേട്ട്, യേശുവിൻ്റെ വചനം കേട്ട് കുത്തുകൊണ്ട് മാനസാന്തരപ്പെട്ട് ഒരു ജനസമൂഹം മുഴുവൻ ഒരു മലമുകളിൽ വെയിലത്ത് രാവും പകലും നിന്ന് അന്ത്യോളം, വൈകുന്നേരമാകുന്നോളം അവർ ആ വെയിലത്ത്, കരിഞ്ഞ വെയിലത്തിരുന്ന് അധ്വാനിച്ച് ക്രിസ്തുവിൻ്റെ വചനം കേട്ടു. യേശുവിൻ്റെ വചനം കേട്ട് അവരെങ്ങനെ പറഞ്ഞു വിടും? അതാ കർത്താവ് ചോദിക്കുന്നത്. ഇവരെങ്ങനെ വെറും കൈയോടെ പറഞ്ഞു വിടും? തിരിച്ചുപോയി ഇവരോട് ഭക്ഷണം കഴിക്കാൻ എങ്ങനെ പറയും? കാരണം അത്രയധികം ക്ഷീണിച്ച് തളർന്നു. എങ്ങനെ? വചനം കേട്ട്, ദൈവത്തിന്റെ വചനം കേൾക്കാൻ വേണ്ടിയിട്ട് അവർ വന്നത്.
യേശുവിന്റെ സുവിശേഷം കേൾക്കാനാണ് വന്നത്. യേശുവിന്റെ വചനം കേട്ടപ്പോൾ കർത്താവിന് അവരോട് അനുകമ്പ തോന്നി. അതുകൊണ്ടാണ് 5 അപ്പം 5000 പേർക്ക് അവർക്ക് വീതിച്ചു കൊടുത്തു എന്ന് പറയുന്നത്. പക്ഷെ അവരപ്പോഴും ആ നിത്യജീവന്റെ യേശു പറഞ്ഞ വചനം എന്ത് ചെയ്തില്ല, അവർ സ്വീകരിച്ചില്ല. അപ്പം മാത്രം ഭക്ഷിച്ചിട്ട് അവർ തിരിച്ചുപോയി. നമ്മൾ ഇന്നും അങ്ങനെയല്ലേ? ഊട്ട് നേർച്ച കഴിച്ച് നമ്മൾ തിരിച്ചു പോകും അല്ലേ? നേർച്ച കഴിച്ച് നമ്മൾ തിരിച്ചു പോകും. വചനം കേൾക്കുമോ? ക്രിസ്തുവിനെ സ്വീകരിക്കുമോ? മാനസാന്തരപ്പെടുവോ? ഇതൊന്നുമില്ല. നമ്മൾ ഓടണ ഓട്ടമാണ് എപ്പോഴും എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെ അത്ഭുതം കണ്ടൊരു വ്യക്തിയെ പത്രോസ്. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ നമ്മൾ പത്രോസ് തൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ അത്ഭുതം, പത്രോസ് ഈ അത്ഭുതത്തിന്റെ പിന്നാലെ എന്ത് ചെയ്തു എന്നുള്ളത് കൂടെ നമ്മളൊന്ന് വായിച്ച് പെട്ടെന്ന് മനസ്സിലാക്കുക. ലൂക്കാ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ വാക്യങ്ങളൊന്ന് വായിക്കാം ബ്രദറെ. ദൈവവചനം ശ്രവിക്കുവാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി. എന്തിനു വേണ്ടിയിട്ടാണ് ചുറ്റും കൂടി? യേശുവിന്റെ ചുറ്റും കൂടിയത് ദൈവവചനം ശ്രവിക്കാൻ, അത്ഭുതം കാണാൻ വേണ്ടിയിട്ടാണോ? അടയാളം കാണാൻ വേണ്ടിയിട്ടാണോ? അല്ല, ദൈവവചനം ശ്രവിക്കുവാൻ യേശുവിന്റെ ചുറ്റും ആള് കൂടി. അവൻ ഗെന്നസേറത്ത് തടാകത്തിന്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. 2 വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു. നമുക്ക് ഈ കഥ മുഴുവൻ അറിയാം. മീൻപിടുത്തക്കാര് വല കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനകത്ത് പത്രോസ് ഉണ്ട്, അതിനകത്ത് യോഹന്നാനൊക്കെ ഉണ്ട്. ഇവരെല്ലാവരും കൂടി വല കഴുകുന്നു. അങ്ങനെ വല കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ വചനമെല്ലാം, സുവിശേഷ വേലയെല്ലാം തീർത്ത് യേശു വചനം മുഴുവൻ പറഞ്ഞ് കർത്താവിന്റെ വേല മുഴുവൻ കഴിഞ്ഞ് ആ സുവിശേഷ വേല കഴിഞ്ഞിട്ട് പത്രോസിനോട് പറഞ്ഞു, പത്രോസേ വല ഇറക്കുക. ആ വാക്യം ഒന്ന് വായിക്കാം. 5-ാം വാക്യം. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കുവാൻ വലയിറക്കുക. ശിമയോനോട് ആഴത്തിലേക്ക്, എടാ നീ ഇത്ര നേരം ഈ കരയിൽ നിന്ന് വെള്ളം മറ്റേ വല കഴുകുകയായിരുന്നല്ലോ, ആഴത്തിലേക്ക് നിൽക്കുക, വല ഇറക്കുക. ശിമയോനോട് മറുപടി പറഞ്ഞു. എന്താ? ശിമയോൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. നമ്മളെ പോലെ തന്നെ സ്വാഭാവികമായ ഒരു മലയാളിയുടെ തിരിച്ചുള്ള മറുപടി, കർത്താവേ പകലന്തിയോളം ബാക്കിയുള്ള കഷ്ടപ്പെട്ട് ഒരു ചുട്ടിപ്പൊങ്ങനെ പോലും കിട്ടിയില്ല അല്ലെ, ഒരു നത്തോലിയെ പോലും കിട്ടിയില്ല. എന്നാലും നീ പറഞ്ഞതുകൊണ്ട് കടലിനെ കുറിച്ചും വെള്ളത്തിനെ കുറിച്ചും മത്സ്യത്തെക്കുറിച്ചും അത് എപ്പോൾ വരും എപ്പോൾ ഉണ്ടാവും എന്നൊക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്തെങ്കിലും ആവട്ടെ, നീയാണല്ലോ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, വലയിറക്കാം. പത്രോസ് വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. അവരുടെ വല കീറി തുടങ്ങി. അവർ മറ്റേ വെള്ളത്തിൽ ഉണ്ടായിരുന്ന, നമുക്ക് ആ കഥ അറിയാം, മറ്റേ വെള്ളത്തിൽ ഉണ്ടായിരുന്നവരും വിളിച്ചു, വല മുഴുവൻ നിറഞ്ഞു, വല കീറാൻ തുടങ്ങി. വലിയ അത്ഭുതമല്ലേ സംഭവിച്ചത്? വലിയ അത്ഭുതമല്ലേ സംഭവിച്ചത്? ഞാനാണെങ്കിൽ പറയും, കർത്താവെ 1 മിനിറ്റ് നിൽക്കട്ടോ, ആ മുനമ്പം മാർക്കറ്റിൽ പോയി ഇത് കൊണ്ടു കൊടുത്ത് ആ കടമൊക്കെ വീട്ടിയിട്ട് ഞാൻ നിന്നെ പിന്നാലെ വരാം. 1 മിനിറ്റ് നീ ഒന്ന് നിൽക്കുക, ഒരു അഡ്ജസ്റ്റ്മെന്റ്, ഒരു 10 മിനിറ്റ് പോരുന്നിട്ടോ, ഞാൻ പിന്നാലെ വരാം. പക്ഷേ ഈ വലയിലുള്ള മത്സ്യം മുഴുവൻ എനിക്ക് എന്ത് ചെയ്യണം, എങ്ങനെയെങ്കിലും വിറ്റ് ഉള്ള കടം മുഴുവൻ തീർക്കണം. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഒരു ചുട്ടിപ്പൊങ്ങനെ പോലും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കർത്താവെ നീ പോകരുത്, എന്നെ പറ്റിക്കരുത്, നീ ഇവിടെ തന്നെ ഉണ്ടാവണം, ഞാൻ പോയി ഇതൊന്ന് വിറ്റിട്ട് വരാം. പത്രോസ് എന്താ ചെയ്തേ? കൃത്യമായിട്ട് അവിടെ വചനത്തിൽ കിടക്കുക. 8-ാം വാക്യം ഒന്ന് വായിച്ചോ. ശിമയോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിന്റെ കാൽക്കൽ വീണ്, കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു. അത്ഭുതം കണ്ട് ആ അത്ഭുതത്തിന്റെ മുൻപിൽ മയങ്ങിയ ഒരു പത്രോസിനെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അത്ഭുതം കണ്ട് ആ അത്ഭുതം, കർത്താവേ നീ ആരാണ് എന്ന് ചോദിച്ച് ആ മീനിനെടുത്ത് ലോകരുടെ മുൻപിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പത്രോസിനെ കാണത്തില്ല. അത്ഭുതങ്ങളുടെ പിന്നാലെ പോകുന്ന, മത്സ്യത്തിന്റെ വലിപ്പത്തെ നോക്കുന്ന ഒരു പത്രോസിനെ അല്ല നമ്മൾ കാണുന്നത്. പകരം അവന്റെ ഉള്ളിൽ കുത്തുകൊണ്ടു, ഞാൻ പാപിയാണ് കർത്താവേ എന്ന് പറഞ്ഞ് യേശുവിന്റെ കാൽക്കലേക്ക് വീണ് പത്രോസ് പറഞ്ഞു, കർത്താവേ ഞാൻ പാപിയാ, നീ വിശുദ്ധനാ, നീ ദൈവമാ, നീ അശുദ്ധിയുടെ മുൻപിൽ നിൽക്കാൻ കഴിയാത്തവനാ, ഞാൻ അശുദ്ധനാ. മാനസാന്തരം അവന്റെ ഹൃദയത്തിൽ വന്നു. അവൻ കർത്താവിന്റെ കാൽക്കൽ വീണുകൊണ്ട് പറഞ്ഞു, കർത്താവേ നീ എന്നിൽ നിന്നും അകന്നു പോകണം. പത്രോസ് പറഞ്ഞ കാര്യം, നീ എന്നിൽ നിന്നും അകന്നു പോകണം, ഞാൻ പാപിയാ, ഞാൻ തിന്മ ചെയ്യുന്നവനാ, ദൈവമേ അവിടുന്ന് എന്നിൽ നിന്നൊന്നും അകന്നു പോകണമെന്ന് പറയാൻ തുടങ്ങി. ഒന്ന് സ്തുതിച്ചേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പത്രോസ് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഈ അത്ഭുതത്തിന്റെ പിന്നാലെ പോയോ? അടയാളത്തിന്റെ പിന്നാലെ പോയോ? കർത്താവ് വലിയ അത്ഭുതം ചെയ്തു, അതുകൊണ്ട് ഇതിന്റെ പിന്നാലെ പോവാം പറഞ്ഞോ? ഇല്ല. പത്രോസ് കൃത്യമായിട്ട് പറയുകയാണ്, ഞാൻ പാപിയാണ് ദൈവമേ, എന്നിൽ നിന്നും അകന്നു പോകണമേ. എന്നിട്ട് കർത്താവ് പത്രോസിൽ നിന്ന് അകന്നു പോയോ? നിങ്ങൾ ശ്രദ്ധിച്ചോ? പത്രോസ് തള്ളി പറഞ്ഞു, എന്നിട്ട് അകന്നു പോയോ? ഇല്ല. പത്രോസ് യേശുവിന്റെ പരസ്യ ജീവിതത്തിൽ മുഴുവൻ കൂടെ ഉണ്ടായിരുന്നു. അകന്നു പോയോ? വേണ്ട. ഈ പത്രോസ് കർത്താവിൽ നിന്ന് അകന്നു പോയോ? 12 ശിഷ്യന്മാരും ഓടി ഒളിച്ചു. 12 പേര് ഓടി ഒളിച്ചപ്പോഴും 12 പേരിൽ 2 പേരായ പത്രോസും യോഹന്നാനും കുറച്ച് അകലെയായി യേശുവിന്റെ പിന്നാലെ പോയി. കർത്താവിനെ പിടിച്ചു. ഇതാ ശതാധിപന്റെ അവരുടെ എല്ലാം പട്ടാളക്കാരും എല്ലാം കൊണ്ടുപോയി വിചാരണ ചെയ്യപ്പെടുന്നതിന്റെ അകത്ത് പ്രവേശിച്ചു പത്രോസ് നിൽക്കുക. പത്രോസിന് അറിയാം പണി കിട്ടും.
എന്നെ തിരിച്ചറിയും, നീയും അവന്റെ കൂടെ ഉണ്ടായ ശിഷ്യനല്ലേ എന്ന് പറയും. തള്ളി പറയേണ്ടി വരും. പ്രശ്നമാണ്, പ്രതിസന്ധിയാണ്. മാത്രമല്ല ആ സേവകരിൽ ഒരുവന്റെ ചെവി ഛേദിച്ചവനാ പത്രോസ്. തിരിച്ചറിഞ്ഞാൽ തല പോകും. എന്നിട്ട് പത്രോസ് പോയോ? പത്രോസ് ക്രിസ്തുവിൽ നിന്ന് അകന്നു പോയോ? ഇല്ല. കാരണം കഴിഞ്ഞ 3 വർഷക്കാലം ദൈവം പറഞ്ഞ, യേശു പറഞ്ഞ വചനത്തിന്റെ നിത്യജീവന്റെ അപ്പം എന്ത് ചെയ്തു? പത്രോസ് ഭക്ഷിക്കാൻ തുടങ്ങി. പത്രോസ് അത്ഭുതത്തിന്റെ പിന്നാലെ പോയില്ല. യേശു ചെയ്ത അടയാളങ്ങളുടെ പിന്നാലെ പോയില്ല. ലാസറിനെ ഉയർപ്പിച്ചപ്പോ ലാസറിന്റെ പിന്നാലെ പോയില്ല. അത്ഭുതങ്ങളുടെ പിന്നാലെയല്ല പത്രോസ് പോയത്. പകരം ദൈവം ചെയ്ത ആ വചനത്തിന്റെ സുവിശേഷ വേലയുടെ അതിന്റെ ജീവനിലേക്ക് പത്രോസ് പോയി. അതുകൊണ്ടാണ് പത്രോസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു എന്ന് വിളിച്ചു പറഞ്ഞത്. അവിടെയാ പത്രോസിനോട് കർത്താവ് പറഞ്ഞ്, ഇത് വെളിപ്പെടുത്തി തന്നത് പത്രോസെ നിന്റെ അപ്പനല്ലടാ, എന്റെ സ്വർഗസ്ഥനായ അപ്പനാ നിനക്കത് വെളിപ്പെടുത്തി തന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസ് കണ്ട അത്ഭുതത്തിന്റെ അത്ര വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവോ? യേശു ചെയ്ത അത്ഭുതം ഏറ്റവും കൂടുതൽ പത്രോസ് കണ്ടിട്ടുണ്ട്. കാരണം ഈ ബാലികയെ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോഴും പത്രോസ് അവിടെയുണ്ട്, യോഹന്നാൻ അവിടെയുണ്ട്, യാക്കോബ് അവിടെയുണ്ട്. പ്രധാന 3 വ്യക്തികളെ കൊണ്ടുപോയിട്ട് യേശു വലിയ അത്ഭുതങ്ങൾ ചെയ്തു, അല്ലേ? രൂപാന്തര മലയുടെ അകത്തും ആരുണ്ട്? പത്രോസ് ഉണ്ട്. ദൈവം ചെയ്ത വൻ അത്ഭുതങ്ങളിലെല്ലാം പത്രോസ് ഉണ്ട്. ഒരു സ്ഥലത്തും പത്രോസിനെ മാറ്റി നിർത്തിയത് നമ്മൾ വചനത്തിൽ കാണത്തില്ല. പക്ഷെ പത്രോസ് ആ അത്ഭുതങ്ങളുടെ പിന്നാലെ അല്ല പോയത്, അടയാളങ്ങളുടെ പിന്നാലെ അല്ല പോയത്. പകരം അവൻ പറഞ്ഞ ജീവന്റെ വചനത്തിന്റെ പിന്നാലെ പോയി. ജീവന്റെ വചനം അവൻ ഹൃദയത്തിൽ സ്വീകരിച്ചു. ജീവന്റെ വചനം അവൻ വിശ്വസിച്ചു. ആ വിശ്വാസത്തിന്റെ പിന്നാലെ അവൻ പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എവിടെയെങ്കിലും സുവിശേഷ വേല നടക്കുന്നുണ്ടെങ്കിൽ, കർത്താവിന്റെ വചനം പ്രഘോഷിക്കുന്നുണ്ടെങ്കിൽ അവിടെ അത്ഭുതം നടക്കും. അവിടെ കർത്താവ് അത്ഭുതം ചെയ്യും. മാറ്റമില്ല. ദൈവം അത് പറഞ്ഞതാ. മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 16-ാം അധ്യായം 20-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 16-ന്റെ 19-ഉം 20-ഉം വാക്യങ്ങൾ. കർത്താവായ യേശു അവരോട് സംസാരിച്ച ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അവൻ ദൈവവചനം പറഞ്ഞപ്പോ, സുവിശേഷം പറഞ്ഞപ്പോ, യേശു പറയുന്നത് പ്രഖ്യാപിക്കാൻ പറഞ്ഞത് പ്രഖ്യാപിച്ചപ്പോ അടയാളങ്ങൾ കൊണ്ട് തന്റെ വചനം സ്ഥിരീകരിച്ചു. അടയാളങ്ങൾ കൊണ്ട് തന്റെ വചനം സ്ഥിരീകരിച്ചു. ഒരു വിഗ്രഹത്തിന്റെ സ്ഥിരീകരണം നടത്തുന്നത് അപ്പൊ ആരായിരിക്കും? ഒരു വിഗ്രഹത്തിൽ ഒരു അടയാളം നടക്കുന്നു, ഒരു അത്ഭുതം നടക്കുന്നു, അതാരായിരിക്കും ചെയ്യുക? അതാരായിരിക്കും ചെയ്യുക? സുവിശേഷത്തിന്റെ പ്രഘോഷണമാണെങ്കിൽ അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആരാണ്? ദൈവത്തിന്റെ ആത്മാവാണ്. 100% ഉറപ്പ്. നമുക്കറിയാം, മോശയുടെ മുൻപിൽ ദൈവം പറഞ്ഞു വിടുക, അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും ഫറവോയെ നീ എന്ത് ചെയ്യണം? തന്റെ ജനത്തെ വിടുവിക്കുവാൻ ഫറവോയുടെ അടുത്തേക്ക് മോശയെ വിടുകയാണ്. മോശയ്ക്ക് 3 പ്രധാനപ്പെട്ട അടയാളം കൊടുത്തു. ഒരു വടി കൊടുത്തു. അവന്റെ കൈ ഹൃദയത്തിൽ വെച്ച് കൈ വെളുക്കുന്ന സംഭവം, ജലം രക്തമാകുന്നു, ഇങ്ങനെ 3 അടയാളം കർത്താവ് കൊടുത്തു. മോശ പോയിട്ട് വടി താഴെയിട്ടു, അത് പാമ്പായി മാറി, അല്ലേ? മോശ വടിയെടുത്തു, അത് വീണ്ടും തിരിച്ചു വടിയായിട്ട്, പാമ്പിന്റെ വാലയെ പിടിച്ചു, അത് വടിയായിട്ട് മാറി. മന്ത്രവാദികളും വടി നിലത്തിട്ടു, അതെന്ത് സംഭവിച്ചു? അത് പാമ്പായിട്ട് മാറി. അപ്പൊ മന്ത്രവാദി ചെയ്തത് ആരുടെ കഴിവിനാലാ? മന്ത്രവാദി ചെയ്തത് ആരുടെ കഴിവിനാലാ? മോശ ചെയ്തത് ആരുടെ കഴിവിനാലാ? ദൈവത്തിന്റെ കഴിവിനാൽ. മന്ത്രവാദി ചെയ്തത് സാത്താന്റെ കഴിവിനാൽ. കൃത്യമായിട്ട് നമുക്ക് അവിടെ വിവേചിക്കാൻ കഴിയും. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ വിഗ്രഹങ്ങളുടെ അടയാളങ്ങൾ, വിഗ്രഹങ്ങളിലൂടെ അടയാളം ചെയ്യുന്ന ആരായിരിക്കും? വിഗ്രഹങ്ങളിൽ തേനൊഴുകുന്നു, പാലൊഴുകുന്നു, വിഗ്രഹങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു, എണ്ണ ഒഴുകുന്നു. ആവശ്യമുള്ളൊരു സാധനം ഇന്ന് വരെ ഒഴുകിയിട്ടില്ല. എനിക്ക് തോന്നുന്നു പുതിയ 500 നോട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇതൊന്നും ഇന്ന് വരെ ഒരു വിഗ്രഹത്തിൽ നിന്ന് വന്ന് ഞാൻ കണ്ടിട്ടില്ല. ഒരൊറ്റെണ്ണം ഇന്ന് വരെ വന്ന് ഞാൻ കണ്ടിട്ടില്ല. ആവശ്യമുള്ള ജനത്തിന് ആവശ്യമുള്ള ഒരു സാധനം അതിൻ്റെ അകത്തുനിന്ന് വരാറില്ല. അപ്പൊ ഈ വിഗ്രഹങ്ങളിൽ അടയാളം ചെയ്യുന്ന ആരായിരിക്കും? സാത്താനായിരിക്കും. സുവിശേഷത്തിൽ അടയാളം ചെയ്യുന്ന ആരായിരിക്കും? സുവിശേഷ പ്രഘോഷണം നടക്കുമ്പോഴാണ് അടയാളങ്ങൾ ചെയ്യുന്നത്. അതാ മർക്കോസ് സുവിശേഷം 6-ന്റെ 20-ാം വാക്യം പറയുന്നത്, അവർ പോയി എല്ലായിടത്തും സുവിശേഷം പ്രസംഗിച്ചു, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം സ്ഥിരീകരിക്കാൻ, സുവിശേഷത്തിന്റെ സ്ഥിരീകരണത്തിന് അടയാളങ്ങൾ ഉണ്ടാകും. പക്ഷേ ആ അടയാളങ്ങളുടെ പിന്നാലെയാണോ അവർ പോകുന്നത്? അത്ഭുതത്തിന്റെ പിന്നാലെയാണോ വചനം പോകുന്നത്? അല്ല, ആ സുവിശേഷത്തിൽ പറഞ്ഞ സത്യവചനത്തിന്റെ പിന്നാലെ അവർ പോകും എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. നിങ്ങൾ ശ്രദ്ധിച്ചോ, പത്രോസ് അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായത്തില് അനേക ഭാഷക്കാര് പത്രോസിന്റെ വചനം കേട്ടു എന്നാ പറയുന്നത്. അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായം ആദ്യത്തെ സുവിശേഷ പ്രഘോഷണം. പത്രോസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ മദ്യപിച്ചവരാണെന്ന് പറയുമ്പോൾ പത്രോസ് എഴുന്നേറ്റ് ഒരു വലിയ പ്രഘോഷണം നടത്തി, ഒരു പ്രസംഗം നടത്തി.
ആ പ്രസംഗം കേട്ട ജനം മുഴുവൻ കർത്താവിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് അവരോട് ചോദിച്ചു, രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? പൗലോസ് കാരാഗ്രഹത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു, അല്ലെ? കാരാഗ്രഹത്തിൽ പൗലോസിന്റെ ചങ്ങലകൾ പൊട്ടി, വലിയ അത്ഭുതം സംഭവിച്ചു. കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ പൗലോസിന്റെ മുൻപിൽ വണങ്ങിയിട്ട് ചോദിച്ചു, രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? പൗലോസും പത്രോസും പറഞ്ഞു, എന്നാ നിങ്ങൾ ആ വിഗ്രഹത്തിന്റെ അടുത്ത് പോയി നേർച്ച തരാനാണോ പറഞ്ഞത്? ആണോ? നിങ്ങൾ അവിടെ പോയി ഇന്ന കാര്യം ചെയ്യി, എന്നാൽ എല്ലാം ഓക്കെ ആവുമെന്നാണ് പറഞ്ഞത്. മാനസാന്തരപ്പെടുവിൻ, ക്രിസ്തുവിന്റെ സുവിശേഷം സ്വീകരിക്കുവിൻ. യേശുവിന്റെ വചനമാണ് നമ്മെ സൗഖ്യപ്പെടുത്തുന്നത്. ഈ അത്ഭുതം പ്രവർത്തിച്ച സ്ഥലങ്ങളിൽ ഒന്നും നോക്കിയാൽ നമ്മൾ ഇന്ന് കാണുന്ന പ്രവൃത്തി കാണത്തില്ല. ഒരു ചടങ്ങും ചെയ്യാൻ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിട്ടില്ല. പകരം നീ മാനസാന്തരപ്പെടാനാ പറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. നമ്മൾ നേരത്തെ വായിച്ച വചനമുണ്ടല്ലോ, മർക്കോസിന്റെ 16:19 വായിച്ചല്ലോ. ഇവിടെ നടന്ന അത്ഭുതങ്ങൾ എന്താണെന്ന് 16 മുതൽ പറയുന്നുണ്ട്. മർക്കോസിന്റെ 16:16 ഒന്ന് വായിക്കാമോ ബ്രദറെ? വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. 17 വായിച്ചോ. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. ദൈവം ചെയ്യുന്ന അടയാളങ്ങൾ ഏതൊക്കെയാണെന്ന് കർത്താവ് പറയുന്നുണ്ട്. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അത് IELTS പാസ്സാക്കുന്നതാണോ? ആണോ? അത് ഈ മൂക്കൊലിപ്പ് മാറ്റുന്നതാണോ? നീതിവീഴ്ചപ്പനി മാറ്റുന്ന പരിപാടിയാണോ? അതെയോ വേറെ എന്തെങ്കിലും മാറ്റുന്ന പരിപാടിയാണോ? ഭൗതികമായ കാര്യമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞ കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താ പറഞ്ഞേ? അവർ എന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. അവർ എന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. ഇവിടെ എത്ര വിഗ്രഹത്തിന് പിശാചിനെ ബഹിഷ്കരിക്കാൻ പറ്റുന്നുണ്ട്? ഒരൊറ്റ സ്ഥലത്തും. കാരണം ബേത്സബൂലിനെ ബഹിഷ്കരിക്കാൻ പറ്റുമോ? ബേത്സബൂലിനെതിരെ തിരിയത്തില്ല. വീണ്ടും വാക്യം വായിക്കുമ്പോൾ പുതിയ ഭാഷകൾ സംസാരിക്കും. അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും. മാരകമായി എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കും. അവരെന്തിനെ നേരിടാൻ തയ്യാറാണ്. അവരൊന്നിനെയും ഭയപ്പെടത്തില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കും. അവൻ പോയി നേർച്ച നേർന്നിട്ടല്ല, അവൻ പോയി ഉടമ്പടി എടുത്തിട്ടല്ല. ദൈവരാജ്യം വരുന്നവന്റെ മുൻപിൽ, വചനം വിശ്വസിക്കുന്നവന്റെ മുൻപിൽ വിശ്വാസമുള്ളവൻ അവൻ രോഗിയുടെ തലയിൽ കൈവയ്ക്കും, അവൻ സൗഖ്യം പ്രാപിക്കും. ദൈവം അത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. പത്രോസിന്റെ അവിടെയും നിങ്ങൾ ശ്രദ്ധിച്ചോ, കർത്താവ് സുവിശേഷം പറഞ്ഞപ്പോഴാണ് മത്സ്യം മുഴുവൻ വലയുടെ അകത്ത് കയറിയത്. വലയുടെ അകത്ത് കയറിയത് യേശു സുവിശേഷം പ്രസംഗിച്ചപ്പോഴാണ്. സുവിശേഷം പ്രസംഗിച്ചപ്പോൾ ജനം വന്നു. സുവിശേഷം പ്രസംഗിച്ചപ്പോൾ ഇതാ ആ സുവിശേഷം കേൾക്കാൻ കടലിലുണ്ടായിരുന്ന മത്സ്യങ്ങൾ വരെ കരയ്ക്കടുത്തേക്ക് അടുത്ത് വരികയാണ്. ഇന്ന് നമുക്കിതൊന്നും വേണ്ട. നമ്മൾ ആളെണ്ണം കൂടുന്നു നോക്കിയിട്ട് അതിൻ്റെ പിന്നാലെ ഓടുന്നത്. എത്ര ആളെ കൂട്ടാം, എങ്ങനെ ജനത്തെ കൂട്ടാം എന്നുള്ളത് നോക്കിയിട്ടാണ്. നമ്മൾ അത്ഭുതങ്ങളുടെ പിന്നാലെയാണോ പോകുന്നത്? ആണോ? ഈ അത്ഭുതങ്ങൾ, ഒരു വിഗ്രഹത്തെ അതിനെ പൂജിക്കുന്നുണ്ടെങ്കിൽ 100 പേര്, 1000 പേര്, 10000 പേര്, എത്ര എണ്ണം ആ വിഗ്രഹത്തിന്റെ പിന്നിൽ ആരാധന നടത്തുന്നോ, അതിനെ വണങ്ങുന്നോ, അതിനെ പൂജിക്കുന്നോ, അത്രയും അധികം ആ വിഗ്രഹം വീണ്ടും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കും. ആ വിഗ്രഹം വീണ്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. അപ്പൊ അടയാളങ്ങളുടെ പിന്നാലെയല്ല പത്രോസ് പോയത്, പകരം അത്ഭുതങ്ങളുടെ പിന്നാലെയല്ല പത്രോസ് പോയത്, ജീവന്റെ വചനത്തിന്റെ പിന്നാലെ പത്രോസ് പോയി. അതുകൊണ്ട് പത്രോസിന്റെ പിന്നാലെ ആര് പോയി? ക്രിസ്തുവും പോയി. പത്രോസ് പോയിടത്തിന് യേശു പോയി പ്രവർത്തിച്ചു. പത്രോസിന്റെ കൂടെ യേശു ഉണ്ടായിരുന്നു. പത്രോസ് പ്രവർത്തിച്ചതിന്റെ കൂടെ കർത്താവിന്റെ ആത്മാവ് ഉണ്ടായിരുന്നു, അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യത്തെ സുവിശേഷ പ്രഘോഷണത്തിൽ വിവിധ രാജ്യങ്ങളിലുള്ളവർ, വിവിധ ഭാഷകളിലുള്ളവർ പത്രോസിന്റെ അതരത്തിൽ നിന്നും വന്ന ഒരേ ശബ്ദം പല ഭാഷകളിൽ കേട്ടു. അവരവർക്ക് അവരവരുടെ ഭാഷയിൽ തിരിഞ്ഞു. പത്രോസ് അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, വലിയ കാര്യങ്ങൾ ദൈവാത്മാവിൽ ചെയ്തു. പക്ഷേ അവരൊന്നും അത്ഭുതങ്ങളുടെ പിന്നാലെ പോയില്ല. പകരം മാനസാന്തരപ്പെട്ടു, ക്രിസ്തുവിന്റെ വചനത്തെ സ്വീകരിച്ചു, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ഏക സത്യദൈവമായ യേശുവിനെ അവർ സ്വീകരിച്ചു, യേശുവിന്റെ പിന്നാലെ പോയി. പക്ഷെ നമ്മൾ ഇന്ന് അത്ഭുതത്തിന്റെ പിന്നാലെ പോകുന്നു, അടയാളങ്ങളുടെ പിന്നാലെ പോകുന്നു. കർത്താവ് പറയുക, ഈ നശിച്ച ജനത അടയാളങ്ങൾ അന്വേഷിക്കും, ഈ ദുഷിച്ച ജനത അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കും. പക്ഷെ ഞാനത് കൊടുക്കത്തില്ല. യോനായുടെ അടയാളമല്ലാതെ മറ്റൊരു അടയാളം നൽകപ്പെടത്തില്ല. ഹല്ലേലൂയ. ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ദൈവസന്നിധിയിൽ നമ്മളൊന്ന് ശക്തിയായിട്ട് ആരാധിക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ ശക്തമായ കരം നമ്മുടെ മേൽ പ്രവർത്തിക്കാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങൾ ഇന്നും സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നു. സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ദൈവികമായ അത്ഭുതങ്ങൾ ഇന്നും പ്രവർത്തിക്കും. കർത്താവേ, ഞങ്ങളത് വിശ്വസിക്കുക. പക്ഷേ ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട്, അത് സുവിശേഷത്തിൻ്റെ സ്ഥിരീകരണത്തിനാണ്. പറഞ്ഞ വചനത്തിൻ്റെ, സത്യവചനത്തിൻ്റെ ആ വചനം സ്ഥിരീകരിക്കേണ്ടതിന്, ഇത് ദൈവത്തിൻ്റെ ആത്മാവിലാണ് ഈ സുവിശേഷ പ്രഘോഷണം എന്ന് സ്ഥിരീകരിക്കേണ്ടതിന് ഇന്നും അത്ഭുതങ്ങൾ
സംഭവിക്കും, അടയാളങ്ങൾ സംഭവിക്കും. അത് പ്രവൃത്തിയാലല്ല, ദൈവത്തിന്റെ വചനത്താൽ, കർത്താവിന്റെ സുവിശേഷത്താലാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഒന്ന് കണ്ണുകളടച്ചേ, കർത്താവിന് മുമ്പിൽ പറഞ്ഞേ, ഒരു കാലത്തപ്പ ഞങ്ങൾ അത്ഭുതങ്ങളുടെ പിന്നാലെ പോയിട്ടുണ്ട്.